വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. സർവധരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, ആളുകൾ വളരെ തിരക്കേറിയ സമയക്രമത്തിലാണ് നീങ്ങുന്നത്. പരമ്പരാഗതമായിട്ടുള്ള ഡിഗ്രി കോഴ്സുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ കോഴ്സുകളും വലിയ രീതിയിലുള്ള ഡിമാൻഡുള്ള ഏതാനും ചില കോഴ്സുകളും മാറ്റി നിർത്തിയാൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ കിട്ടുന്നില്ല എന്നൊരു സാഹചര്യം നിലവിലുണ്ട്. ഇതേ സാഹചര്യം നിലനിൽക്കുമ്പോഴും വലിയ രീതിയിലുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ഷോർട്ട് ടൈം കോഴ്സുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം ഷോർട്ട് ടൈം കോഴ്സുകൾ സമൂഹത്തിൽ അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ സർക്കാർ പറയുന്ന രീതിയിലുള്ള യോഗ്യത കൈവരിച്ചവരാണോ എന്ന് അവരുടെ സിലബസുകളും അധ്യാപന രീതികളും സർട്ടിഫിക്കറ്റുമെല്ലാം ആവശ്യമായ യോഗ്യതയുള്ളതാണോ എന്നുള്ള നമ്മുടെ പരമ്പരാഗത വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ഷോർട്ട് ടൈം കോഴ്സുകൾ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് തുടങ്ങുന്ന വിവിധങ്ങളായ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നിരന്തരം പഠിച്ചിറങ്ങുന്ന ഒരു ഷോർട്ട് ടൈം കോഴ്സിൻ്റെ വലിയ സ്ഥാപനത്തിൻ്റെ മാനേജർ ഡോക്ടർ മുഹ്സിൻ സാർ, ഒരുപാട് കാലം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായി ജോലി ചെയ്ത പ്രൊഫസർ നിബ്രാസ് സാർ, സാമൂഹിക പ്രത്യാഘാതങ്ങളെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന അഡ്വക്കേറ്റ് അബ്ദുൽ ലത്തീഫ് സാർ, വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുഹമ്മദ് അസ്ലം കുട്ടമാക്കൽ, അതുപോലെ ചർച്ചയിലേക്ക് ശ്രോതാക്കളായി എത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ, എല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് മുഹ്സിൻ സാറിലേക്ക് വരാം. നമ്മുടെ സമൂഹത്തിൽ പരമ്പരാഗതമായിട്ട് 3 വർഷത്തെ ഡിഗ്രിയും PG ഒക്കെ പൂർത്തീകരിച്ച് BEdും കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും ഈ തൊഴിൽ രഹിതരുടെ പട്ടികയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ കേവലം 6 മാസത്തെ 1 വർഷത്തെ കോഴ്സ് പൂർത്തീകരിക്കുന്നതിലൂടെ ഞങ്ങൾ 100% ജോലി ഉറപ്പ് നൽകുന്നു എന്ന വാഗ്ദാനങ്ങളാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ്, എന്ത് ആധികാരികതയാണ് നിങ്ങൾക്കുള്ളത്? ഈ പരമ്പരാഗത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഷോർട്ട് ടൈം കോഴ്സുകൾ വ്യത്യസ്തമാകുന്നത്? പലതിലും പരന്നു കിടക്കുന്ന സിലബസ് എന്നതിൽ നിന്ന് മാറി വിദ്യാർത്ഥികളുടെ അവരുടെ അഭിരുചിക്കനുസരിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സിലബസാണ് നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൂടെ അവർക്ക് തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും പുതിയ കഴിവുകൾ കണ്ടെത്താനും പ്രാപ്തരാക്കുന്നു. മാത്രമല്ല, ഈ ഷോർട്ട് ടൈം കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഞാനിങ്ങനെ വിജയകരമായി എന്ന് പറയാനുള്ള കാരണം, പലരും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് ഒരു ധാരണയും ഇല്ലാതെ, ഒന്നുകിൽ കുടുംബത്തിൻ്റെ സമ്മർദ്ദം മൂലം, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് ഈ ഒരു കോഴ്സിനാണ് പോകുന്നത്, അതുകൊണ്ട് ഞാനും ഈ ഒരു കോഴ്സിന് പോകുന്നു. അങ്ങനെ ആ ഒരു കോഴ്സിനെ കുറിച്ചൊരു ധാരണയും ഇല്ലാതെ ഇറങ്ങുന്ന ആളുകൾ, അവർക്ക് ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കില്ല. അവർ പരാജയമാകും. എന്നിട്ട് അവർ പരാജയപ്പെട്ട കുറ്റം നമ്മുടെ മേലിൽ ചാർത്തും. സ്ഥാപനത്തിലേക്ക് ചീത്തപ്പേരുണ്ടാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും മികച്ച ശമ്പളത്തോടെ വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനും സാധിക്കുന്നുണ്ട്. മാത്രമല്ല, പല ഹ്രസ്വകാല കോഴ്സുകളും നമ്മൾ ഓൺലൈനായി കൊടുക്കുന്നതിലൂടെ അത് ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്നു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല നല്ല മുന്നേറ്റങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചോദിച്ചത് എന്ത് ആധികാരികതയാണ്
എന്ന് ചോദിച്ചാൽ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്ഥാപനങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അതിൻ്റെ തലപ്പത്ത് എത്തി നിൽക്കുന്നു. ഞങ്ങളുടെ അതെ, നിങ്ങൾ ഇന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഇന്ന് വലിയ കമ്പനികളിലാണ് എത്തിയിരിക്കുന്നത്. അവരെ ട്രാക്ക് ചെയ്താൽ മനസ്സിലാവും നിങ്ങളുടെ ആധികാരികത എന്നാണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അതെ, നിബ്രാസ് സാർ അദ്ദേഹം പറഞ്ഞു വെച്ചത് നമ്മുടെ ഈ പരമ്പരാഗത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സിലബസുകളുടെ പരാജയമാണ് പലപ്പോഴും ഈ ഷോർട്ട് ടൈം കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിപ്പിക്കുന്നത്. അഥവാ കാലത്തിനൊത്ത് തൊഴിലിന് അനുയോജ്യമായ ഒരു സിലബസിനെ മുന്നോട്ട് വെക്കുന്നതിൽ പലപ്പോഴും നമ്മുടെ പരമ്പരാഗത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരാജയപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? വർഷങ്ങളായി പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ സുഹൃത്ത് മുഹ്സിൻ സാറ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുകയാണ്. കാരണം ഷോർട്ട് ടേം കോഴ്സുകൾ അപേക്ഷിച്ച് ലോങ് ടേം കോഴ്സുകൾ അഥവാ നമ്മൾ പിന്തുടർന്ന് വരുന്ന പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം അത് ഫോക്കസ് ചെയ്യുന്നത് ഒരു വലിയ സമൂഹത്തെയാണ്. ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അടങ്ങുന്ന സമൂഹത്തിൻ്റെ വിവിധ തട്ടിലുള്ള വിവിധ തുറകളിൽ നിന്നുള്ള ഒരു വലിയ വിദ്യാർത്ഥി സമൂഹത്തെയാണ് ഈ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് ഫോക്കസ് ചെയ്യുന്നത്. ആ സമൂഹത്തിൽ കഴിവുള്ളവനും ഇല്ലാത്തവനും സമ്പന്നനും ദരിദ്രനും ഗ്രാഹ്യശക്തി കൂടിയവനും കുറഞ്ഞവനും ഇത്തരത്തിൽ വ്യത്യസ്തമായ അഭിരുചികളുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരിക്കും. അപ്പോൾ അത്രത്തോളം വലിയൊരു സമൂഹത്തെ ഫോക്കസ് ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം അതിൻ്റെ സിലബസ് ഇത്തരം ഷോർട്ട് ടേം കോഴ്സുകളും കഴിവുറ്റവരായ വിരലിലെണ്ണാവുന്ന എന്ന് വിശേഷിപ്പിക്കാൻ മാത്രം കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന ഇത്തരം ഷോർട്ട് ടേം കോഴ്സുകളുമായി താരതമ്യം ചെയ്യുന്നത് തന്നെ ഒരു വലിയ തെറ്റാണ്. അത് നീതിയുക്തമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം കാലോചിതമല്ല, അത് കാലഹരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രസ്താവന ഉണ്ടായി. അതിനോട് എനിക്ക് പറയാൻ ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. 2017 മുതൽ 2021 വരെയുള്ള കാലയളവിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഏകദേശം 6.8 ലക്ഷം വിദ്യാർത്ഥികൾ പുതുതായി ചേർന്നിട്ടുണ്ട് എന്നാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി രവീന്ദ്രനാഥ് പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല 2023-24 കാലയളവിൽ കേരളത്തിലെ ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലായി ഏകദേശം 37 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതിൽ 34 ലക്ഷം വിദ്യാർത്ഥികളും ഗവൺമെൻറ് എയ്ഡഡ് വിഭാഗങ്ങളിലാണ്. അതായത് ഇപ്പോഴും ലോങ് ടേം കോഴ്സുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അത് കാലഹരണപ്പെട്ടിട്ടില്ല, അത് തീർച്ചയായും കാലോചിതമാണ് എന്നാണ് ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആരോപണത്തെ പൂർണ്ണമായിട്ടും നിങ്ങൾ വിയോജിക്കുകയാണ് ചെയ്യുന്നത്? തീർച്ചയായും. അപ്പോൾ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഈ ധാർമ്മിക മൂല്യങ്ങൾ കൈ ഒഴിഞ്ഞു പോയിട്ടുണ്ട് പരമ്പരാഗത വിദ്യാഭ്യാസ മേഖലയിൽ എന്നതിനോട് അദ്ദേഹത്തിന് ഒരിക്കലും യോജിക്കാൻ സാധിക്കുന്നില്ല. അഥവാ പരിമിതികൾ, അവരുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. സമൂഹത്തിൻ്റെ എല്ലാ തട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവരെ സമീപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരുപാട് പരിമിതികളും നിലനിൽക്കുന്നുണ്ട്. ഈ പരിമിതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും അവർ കഴിവിൻ്റെ പരമാവധി അവരുടെ ധാർമ്മിക ഉത്തരവാദിത്തത്തെ നിർവഹിക്കുന്നതിൽ അവർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രയോക്താക്കൾ എന്ന നിലയിൽ വിദ്യാർത്ഥികളാണല്ലോ വിദ്യാഭ്യാസത്തിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു ചെന്നിരുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രയോക്താക്കൾ എന്ന നിലയിൽ ഈ ഷോർട്ട് ടൈം കോഴ്സുകൾ 6 മാസത്തെയോ 3 മാസത്തെയോ ഒക്കെ കോഴ്സ് പഠിച്ചിട്ട് നിങ്ങളൊരു കമ്പനിയിലേക്ക് ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെ തന്നെ 3 വർഷത്തെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് PG എടുത്ത വിദ്യാർത്ഥികൾ നിങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഷോർട്ട് ടൈം കോഴ്സിൽ പഠിച്ച ആ ഒരു അറിവ് വെച്ചിട്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ തിളങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? തീർച്ചയായും ഒരുപാട് അനുഭവങ്ങളുണ്ട്. കേവലം ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം സെക്കൻഡറിക്ക് ശേഷം ഡിഗ്രിയും PGയും B.Edും എടുത്തതിന് ശേഷം നല്ല രൂപത്തിലുള്ള ഉതകുന്നതായ ജോലി കിട്ടാതെ ഒരുപാട് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോൾ കേവലം +2 പഠനത്തിന് ശേഷം 6 മാസത്തെയോ അല്ലെങ്കിൽ 10 മാസത്തെയോ കോഴ്സ് പൂർത്തീകരിച്ചത് ശേഷം നല്ല രൂപത്തിലുള്ള നല്ല സ്കില്ലുള്ള വിദ്യാർത്ഥികൾക്ക് ആ വിദ്യാർത്ഥികൾ നല്ല കമ്പനികളുടെ ഏറ്റവും മേൽത്തട്ടിൽ വിരാജിക്കുന്നത് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ
ഹാർഡ് വർക്കിനേക്കാൾ സ്മാർട്ട് വർക്കിനാണ് ഇന്ന് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ഈ സ്മാർട്ട് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ കോഴ്സ് ഓറിയൻറ്റഡ് ഇതിന് നല്ല രൂപത്തിലുള്ള ഉതകുന്നതായ കാര്യം കിട്ടുന്നതുണ്ട്. അതുപോലെ ചില സ്ട്രീമിലേക്ക് നോക്കുക, കൊമേഴ്സ് പോലത്തെ സ്ട്രീമിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ജോലി അല്ലെ ഒരു അക്കൗണ്ട് സെഷനിലേക്ക് നമുക്ക് ജോലി വേണമെങ്കിൽ നല്ല രൂപത്തിലുള്ള കോഴ്സുകൾ നാം പൂർത്തീകരിക്കുന്നത് CMA പോലത്തെ, CA പോലത്തെ, അല്ലെങ്കിൽ ACCA, ടാലി, ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകൾ പൂർത്തീകരിച്ച് ഞാൻ പുറത്തിറങ്ങുകയാണെങ്കിൽ നല്ല സെക്ഷനുകളും അതുപോലെ നല്ല പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടുന്നതാണ് ഞാൻ പറയാൻ സാധിക്കുന്നത്. അതെ, അപ്പോൾ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ചില കോഴ്സുകളിൽ നമ്മൾ 3 വർഷത്തെ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഒരു ജോലിക്ക് വേണ്ടി കയറി ചെല്ലണമെങ്കിൽ ചിലപ്പോഴൊക്കെ ഷോർട്ട് ടൈം കോഴ്സുകൾ നിർബന്ധമായും എടുത്തിരിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. ഷോർട്ട് ടൈം കോഴ്സുകൾ എടുത്തെങ്കിലേ ജോലിയിലേക്ക് കടന്നു ചെല്ലാവൂ എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ, പല വിദ്യാർത്ഥികൾ നിർബന്ധിതമായി എടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ, വിദ്യാഭ്യാസ ഷോർട്ട് ടൈം കോഴ്സുകൾ എന്നത് പലതും സാമ്പത്തിക ലാഭം കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതാണല്ലോ. അതിനെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തിക്കൂടാ. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ ഒരുപാട് ചൂഷണത്തിന് ഇരയാകാനുള്ള സാധ്യത, സാമ്പത്തികമായിട്ടുള്ള മേഖല കടന്നു വരുമ്പോൾ ചൂഷണത്തിൻ്റെ സാധ്യതയും നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. ഒരു സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയിൽ അതിനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കൂണുകൾ മുളച്ചു പൊങ്ങുന്നതിന് സമാനമാണ് നിലവിൽ കേരളത്തിൽ ഷോർട്ട് ടൈം കോഴ്സുകളുടെ അവസ്ഥ. അതിൽ വിരലിലെണ്ണാവുന്നവ മാത്രമേ നല്ല മൂല്യമുള്ള സിലബസുകൾ വിഭാവനം ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവയെ നമുക്ക് ഒരു പാർട്ട് ടൈം ജോബ്, അധ്യാപകർക്കുള്ള ഒരു പാർട്ട് ടൈം ജോബായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. ഇതിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അതിൽ നിന്നും പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ ഒരു തൊഴിലിടത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പരമ്പരാഗത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ചു വന്ന വിദ്യാർത്ഥികളുമായിട്ട് സമരസപ്പെടുമ്പോൾ അവർക്ക് തൊഴിൽ കിട്ടാത്തൊരവസ്ഥ രൂപപ്പെടുകയാണ്. ഈ ഷോർട്ട് ടൈം കോഴ്സുകളിൽ നിന്ന് പഠിച്ചിറങ്ങി ജോലിക്ക് എത്തുമ്പോഴാണ് സർട്ടിഫിക്കറ്റ് മൂല്യമില്ലാതെ തിരിച്ചറിയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ ഇത് തിരിച്ചറിയുന്നത്. അതോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഈ വിദ്യാർത്ഥികളും അധ്യാപകരെയും കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ പുറത്തിറക്കുന്നത്. ഉദാഹരണത്തിന് 50% ഇപ്പോൾ ചേരുകയാണെങ്കിൽ 50% ഓഫർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ വിദ്യാർത്ഥികളെ ചേർക്കുന്നത്. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണ്. പരസ്യവും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ അന്തരം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് ആദ്യം ഒരു നിശ്ചിത ഒരു ശതമാനം മാത്രം, കുറഞ്ഞ പണം മാത്രം വാങ്ങുകയും പിന്നീട് ഡാറ്റ കളക്ടിങ് എന്ന് പറഞ്ഞ പേരിൽ കുറച്ച് പണം സമ്പാദിക്കുകയും. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ ടൈം ടേബിളിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പണം വാങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിന് വേണ്ടി പണം സ്വരൂപിക്കുക. അങ്ങനെ അത്തരത്തിൽ പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് വിദ്യാർത്ഥികളിൽ നിന്നും ഈ ഉപഭോക്താക്കളിൽ നിന്നും പണം സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഷോർട്ട് ടൈം കോഴ്സുകളിലൂടെ ചെയ്യുന്നത്. അഡ്വക്കേറ്റ് ലത്തീഫ് പറഞ്ഞതിൽ ഞാനൊന്ന് ഇടപെടുകയാണ്. അതായത് ഇതിൻ്റെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ധാർമ്മിക വശം അല്ലെങ്കിൽ ഒരു മാനുഷിക വശം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്താകമാനമുള്ള പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം, ആ സമ്പ്രദായത്തിലൂടെ വളർന്നു വരുന്നൊരു വിദ്യാർത്ഥിക്ക്, സമൂഹത്തിൽ വളർന്നു വരുന്നൊരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന നിരവധിയായ ഗുണങ്ങളും മൂല്യങ്ങളും ഒരുപാട് ബോധ്യങ്ങളുണ്ട്. തീർച്ചയായും ഒരു ജനാധിപത്യ രാജ്യത്ത്, ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഒരു വിദ്യാർത്ഥി എങ്ങനെ ഇടപെടണം, ഒരു സമൂഹത്തിൽ ഒരു പൗരൻ എന്ന നിലയിൽ എങ്ങനെ ജീവിക്കണം, തൻ്റെ സഹജീവിയോട് എങ്ങനെ പെരുമാറണം തുടങ്ങി ഒരുപാട് മാനുഷികമായ മൂല്യങ്ങൾ ഒരു വിദ്യാർത്ഥി കരസ്ഥമാക്കുന്നത് അത് അവൻ്റെ ക്യാമ്പസുകളിൽ നിന്നും അവൻ്റെ വിദ്യാലയങ്ങളിൽ നിന്നുമാണ്. പലപ്പോഴും വ്യക്തികൾ അവരിലേക്ക് മാത്രമായി ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യം ഈ ക്യാമ്പസ് മുറ്റങ്ങൾ കാണാതെ പുറത്തു വരുമ്പോൾ ഉണ്ടാവുന്നത്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓരോ ക്യാമ്പസുകളും ഓരോ രാജ്യമാണെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം അതിൽ പല വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരം ഒരു വലിയ സമൂഹത്തിൽ ഇടപെട്ടിട്ട് പിന്നീട് തൻ്റെ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനായാണ് ഒരു വിദ്യാർത്ഥി പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത്. അത് ആ വിദ്യാർത്ഥിയിൽ ഒരുപാട് ഗുണങ്ങളും ഒരുപാട് മൂല്യങ്ങളും അത് സന്നിവേശിപ്പിക്കുമെന്നത് തീർച്ചയാണ്. അപ്പോൾ അതൊന്നും ഇത്തരം ഷോർട്ട് ടേം കോഴ്സുകൾക്ക് ഏകദേശം ഒരു ഓൺലൈൻ പോലെ
ഇത്തരം വെർച്വലായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ക്യാൻവാസിൽ നിർമ്മിക്കപ്പെടുന്ന ഷോർട്ട് ടേം കോഴ്സുകളിൽ ഇത്തരം മൂല്യങ്ങൾക്കുള്ള ഒരു ഇടം കണ്ടെത്താൻ സാധിക്കില്ല എന്നതൊരു വസ്തുതയാണ്. കേവലം ഞാനും എൻ്റെ അധ്യാപകനും അവിടെ മാത്രം. തീർച്ചയായും ഈ ഷോർട്ട് ടേം കോഴ്സുകൾ എന്നുള്ളത് വെറും ജോലി ആണ്, മികച്ച ജോലിയാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്ന് ഒരു വിദ്യാർത്ഥിയെ നിരന്തരം മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് അവൻ്റെ മനസ്സിലേക്ക് അത് രൂഢമൂലമാക്കി കൊടുക്കുന്ന വിദ്യാഭ്യാസത്തെ വെറും ഒരു കമ്പോള വസ്തുവായി മാത്രം കാണുന്ന ഒന്നാണ് എന്നാണ് എൻ്റെ അഭിപ്രായത്തിലുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി വിദ്യാർത്ഥികളെ ഈ ഷോർട്ട് ടൈം കോഴ്സുകളിലേക്ക് ആകർഷിക്കുകയാണെന്നൊക്കെ. സാമൂഹിക മൂല്യങ്ങൾ പലപ്പോഴും ഈ ഷോർട്ട് ടൈം കോഴ്സുകളിൽ ചോർന്നു പോകുന്നുണ്ട് എന്നത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അഥവാ കലാലയ ക്യാമ്പസ് മുറ്റങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട് ധാർമ്മികതയുണ്ട്. പലപ്പോഴും സമൂഹത്തിൽ ഇടപെടേണ്ടതിൻ്റെ ഒരു ആവശ്യകത, സമൂഹത്തോട് എങ്ങനെ ഇടപെടണം എന്ന് തുടങ്ങുന്ന ഒരുപാട് ധാർമ്മികത ഈ ഷോർട്ട് ടൈം കോഴ്സുകളിൽ നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നിരുന്നാലും ഈ ഷോർട്ട് ടൈം കോഴ്സുകളെ ഇന്നത്തെ സാമൂഹിക ആവശ്യകത വെച്ചിട്ട് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. അത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രവർത്തന പരിചയം ഉണ്ടാവുമല്ലോ. തീർച്ചയായും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരിക്കലും പരമ്പരാഗതമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഒരിക്കലും അടിച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ഒരു പരമ്പരാഗതമായ വിദ്യാഭ്യാസ ശൈലിയിൽ സ്കൂൾ തലം മുതൽ സെക്കൻഡറി തലം വരെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ഇംഗ്ലീഷ് ഭാഷ എല്ലാ ക്ലാസ്സിലും പഠിപ്പിക്കുന്നു. എന്താണ് ടീച്ചർ വന്നുകൊണ്ട് പോർഷൻ എടുത്ത് തീർക്കുന്ന ആ ഒരു അവസ്ഥയാണുള്ളത്. ഇങ്ങനെ സെക്കൻഡറി തലം കഴിഞ്ഞുള്ള വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുമ്പോൾ അവർ ജോലി ചെയ്യുന്ന കമ്പനികളിൽ അവർക്ക് വളരെയധികം ഈ ഒരു ഭാഷ അറിയാതെ, ഇംഗ്ലീഷ് ഭാഷ അറിയാം, പക്ഷെ അത് കമ്മ്യൂണിക്കേഷൻ ജനങ്ങളുമായിട്ട് ഇടപഴകുന്നിടത്ത് അവർ പരാജയപ്പെട്ടു പോവുകയാണ്. ഈ ഒരു അവസ്ഥ പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ നമ്മൾ സമീപിക്കാറുണ്ട്. സാറേ, നമുക്ക് ഇംഗ്ലീഷ് ഭാഷയൊക്കെ അറിയാം, പക്ഷേ അതിങ്ങനെ ആളുകൾക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ കഴിയുന്നില്ല എന്ന് പറയുന്നു. പ്രതിഫലിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അത്തരം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ചില കോഡുകളിലൂടെയും ചില ടൂൾസുകളിലൂടെയും ഈ ഇംഗ്ലീഷ് ഭാഷ കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള കോഴ്സുകൾ. ഇപ്പോൾ സംസാരിക്കണമെങ്കിൽ സംസാരിച്ച് തന്നെ പഠിക്കണം എന്നൊക്കെ വലിയ പരസ്യ ബോർഡുകൾ റോഡ് സൈഡുകളിലൊക്കെ കാണാറുണ്ട്. അതെ, അത് അങ്ങനെയുള്ള കോഴ്സുകൾ നമ്മൾ വളരെയധികം ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങൾ എടുത്തുകൊണ്ട് അവർക്ക് നൽകുന്നുണ്ട്. അതെ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പലതും അനിവാര്യത അനുസരിച്ച് ഫോക്കസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങൾ കറക്റ്റ് കൊടുക്കാൻ, അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കാൻ. ഇതിനോട് കൂടെ ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു സാമ്പത്തികമായ ലാഭം എന്നതിനപ്പുറം ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ, ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി ഊഷ്മളമാക്കാനുള്ള ആ ഒരു സാധ്യതകളെ ഞങ്ങൾ തുറന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു സാമൂഹിക ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളോടൊക്കെ നല്ല കൺസെപ്റ്റുകൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായും ഞാൻ വിദ്യാർത്ഥി പ്രതിനിധി എന്ന നിലക്ക് പറയാൻ പോകുന്നത്, ഈ വിദ്യാഭ്യാസം എന്നുള്ളത് ഷോർട്ട് ടൈം കോഴ്സുകളെ സമ്പന്നരുടെ മക്കൾക്ക് മാത്രം ഉതകുന്ന, അവർക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന പല കോഴ്സുകളായി മാറിയിട്ടുണ്ട്. ഈ സാമ്പത്തികമായ പ്രതിസന്ധിയാണ് ഒന്നാമത്തത്. സാധാരണക്കാരുടെ മക്കൾക്കത് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് അവർക്ക് നല്ലൊരു സാഹചര്യം, അവർ പഠിക്കാനുള്ള ഉതകുന്ന ഒരു സാഹചര്യം നൽകണം. ഒരു ഗവൺമെൻറ് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം മുന്നോട്ട് വെക്കാൻ ഒരു സാമൂഹിക നിരീക്ഷകൻ എന്ന നിലയിൽ ഗവൺമെൻറ് തലങ്ങളിൽ ഷോർട്ട് ടൈം കോഴ്സുകളുള്ള സ്ഥാപനങ്ങളുണ്ട്, കെൽട്രോൺ, അസാപ്പ് പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള ബോധമില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അവർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, പരീക്ഷ കഴിഞ്ഞിറങ്ങുന്നതിന് മുമ്പേ ഒരു സ്വകാര്യ ഷോർട്ട് ടൈം കോഴ്സുകളിൽ അംഗമായിട്ടാണ് അവർ വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. വിദ്യാർത്ഥികൾക്ക് ഒരു അവബോധമില്ലാത്ത കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസം എന്നത് പുതിയ കാലത്ത് കോടികളുടെ മൂലധനമുള്ള ഒരു ബിസിനസ്സായിട്ട് മാറിയ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കേവലം നമ്മുടെ ബയോഡാറ്റയിലേക്ക് ചേർത്ത് വെക്കാനുള്ള, ബയോഡാറ്റ കട്ടിക്കൂട്ടാനുള്ള ഒരു പേപ്പർ വാങ്ങി വെക്കുക എന്നതിനു പകരം നമ്മുടെ കരിയറിൽ ഉയരാനുള്ള ഒരു ഊർജമായിട്ട് നമ്മൾ ഈ ഷോർട്ട് ടൈം കോഴ്സുകളോട് സമീപിക്കേണ്ടതുണ്ട്. അതിന് ഈ ശ്രോതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിൽ ഈ കരിയറിൽ ഉയരാനുള്ള ഒരു ഷോർട്ട് ടൈം കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനത്തിൽ മുമ്പ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ
അവർ ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് അന്വേഷിക്കാനുള്ള, അതുപോലെ തന്നെ അവർ നൽകുന്ന സർട്ടിഫിക്കറ്റുകളും അവരുടെ അംഗീകാരങ്ങളും എത്രത്തോളം ഉണ്ടെന്ന പ്രാഥമിക പരിശോധനയെങ്കിലും നടത്താനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഷോർട്ട് ടൈം കോഴ്സുകളെ വിജയത്തിലേക്കുള്ള ഒരു കുറുക്കു വഴിയായിട്ട് സമീപിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ നമ്മൾ അതിനോട് സമീപിക്കേണ്ടത് നമ്മുടെ കരിയറിൽ ഉയരാനുള്ള ഒരു സ്മാർട്ട് വഴികൾ ആയിട്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.